ഹായ്, ഇന്ന് മോക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. പിന്നെ 3-4 ദിവസം മുമ്പേ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് കോള് വന്നതാണ്. ഇങ്ങനെ ആഷിഖാന പിന്നെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഭിന്നശേഷി കുട്ടീനെ, കുറച്ച് ഭിന്നശേഷി കുട്ടികളും കുറച്ച് സാധാരണ നോർമലായ കുട്ടികൾക്കുവാണ്. അപ്പോൾ അവിടെ ഡാറ്റ ഓപ്പറേറ്ററായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ പിന്നെ ഇവള് കത്തിപ്പം വരും. അതിൻ്റെ മുമ്പേ വിളിച്ച് പറഞ്ഞാൽ ഓരോ നമ്മൾ ചെയ്യേണ്ട സാധനമെല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ കത്തും കിട്ടി. അങ്ങനെ ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്നാണ്. അങ്ങനെ 10 മണിക്ക് പോയി. മോള് അല്ലേ, അവള് അടിപൊളിയായിട്ട് ഇതൊന്നും ഇനി ലിഫ്റ്റൊന്നും കാര്യമില്ല, കോണിയ കാര്യം 2 നില കോണിയ കാര്യം. ഞാൻ നിനക്ക് ജോലി കിട്ടുമോ പോന്ന അച്ഛനോട് പറഞ്ഞ് പോകുമ്പോൾ എന്തെന്ന് എനിക്ക് വേണമെന്നെല്ലാം പറഞ്ഞോട് അച്ഛനോട് അല്ല വേഗം പോണു. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ പറഞ്ഞിക്ക് ബാഗ് വാങ്ങണം, ഫോണും വേണം. ഇതെല്ലാം ഒരിക്കൽ കാണിച്ചു കൊടുക്കും ഇൻ്റർവ്യൂ ഉള്ളവർക്ക്. ഞാനുണ്ട് ഇതെല്ലാം വാങ്ങിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് ബാക്കിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി. പിന്നെ ഇൻ്റർവ്യൂവിനകത്ത് കയറി അവർ പറഞ്ഞു ജോലി ഇവക്കുണ്ട്, ഇവക്ക് തന്നെയാണ് ജോലി. പക്ഷേ നിങ്ങൾക്ക് വരുവാൻ പറ്റുമോ? കാരണം മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഈ ജോലിയുള്ളൂ. വേറെ സ്ഥലത്ത് നമ്മളെ വടകരയോ വേറെ എവിടെയും കൊടുക്കുന്നില്ല. എന്നിട്ട് പിന്നെ അങ്ങനെ വേറെ എവിടെയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? എങ്ങനെ നിങ്ങൾ വരൂ? അപ്പോൾ ഓട്ടോറിക്ഷക്കാകുമ്പോൾ ചന്ദ്രേട്ടന് ജോലിക്ക് പോയിക്കൂടാ. ഇവളെ ദിവസം ഓട്ടോറിക്ഷയ്ക്ക് ഇതെത്ര എണ്ണ അടിക്കാനും വേണോ? പിന്നെ ഞാനാണെങ്കിൽ ഇവിടുന്ന് സ്റ്റേഷനിൽ വരെ ഓട്ടോന് പോകും. ആടുന്ന് ഞാൻ ട്രെയിനിന് പോയി, ആടുന്ന് പിന്നെ ബസ്സിന് പോയി. ഇനി ദിവസം പോവുകയും വേണം. എന്നിട്ട് ഞാനോട് ചോദിച്ചു എങ്ങനെ നിങ്ങൾക്ക് യാത്ര? എന്തായാലും വരുവാനാവില്ല. കാരണം നമുക്ക് വരുവാനാകാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജോലി വേണമെന്ന് ചോദിച്ചിട്ട് അതിനെയും കൊണ്ട് എന്തിനാ കഷ്ടപ്പെടുക? അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിങ്ങ് പോന്ന്. പക്ഷേ ഓൾ ഐസ്ക്രീം എല്ലാം പറഞ്ഞ ഐസ്ക്രീം എല്ലാം കുടിച്ച് ഐസ്ക്രീം എല്ലാം കുടിച്ചിക്കൊന്ന് അതിൻ്റെ കൂലിക്ക് അതെല്ലാം കുടിച്ചിക്കൊന്നിക്കില്ലേ. പക്ഷെ ഓള് നല്ല സ്മാർട്ടേനു അല്ലേ, സന്തോഷമില്ലേ? എന്നാൽ ശരി, ഇനിയും വിളിക്കൂന്ന് പറഞ്ഞിക്ക് നമുക്ക് കാത്തിരിക്കാം, കാണാം.